ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫയലും ഫയൽ ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ്. നമ്മുടെ ഫിഫ്ത്ത് മൊഡ്യൂളിലെ ഒരു മെയിൻ ടോപ്പിക്കാണ് ഫയൽ ആൻഡ് ഫയൽ ഓർഗനൈസേഷൻ. എന്താണ് ഫയൽ എന്നാണ് നമുക്കറിയാവുന്നേ? കളക്ഷൻ ഓഫ് റെക്കോർഡ്സ് ആണ് ഫയൽ എന്ന് പറയുന്നത്, അല്ലേ? സിമ്പിളായിട്ട് ഫയൽ എന്ന് പറയുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് റെക്കോർഡ്സ് റിലേറ്റഡ് ടു ഈച്ച് അതർ. അതായത് കുറേ റെക്കോർഡ്സിനെ കളക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അതെന്തായിരിക്കും? റിലേറ്റഡ് ആയിരിക്കും. എല്ലാ റെക്കോർഡ്സും റിലേറ്റഡ് ആയിരിക്കും. കുറേ കളക്ഷൻ ഓഫ് റെക്കോർഡിനെയാണ് നമ്മൾ സിംപ്ലി ഫയൽ എന്ന് പറയുന്നത്. ഒരു ഫയലിൻ്റെ സൈസ് എന്തെങ്കിലും ലിമിറ്റ് ചെയ്തിട്ടായിരിക്കും. സൈസ് ഓഫ് ദ മെമ്മറി ആൻഡ് സ്റ്റോറേജ് മീഡിയം, അതായത് ആ ഫയലിൻ്റെ സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയുടെ സൈസ്, അതുപോലെ എന്താണ് സ്റ്റോറേജ് മീഡിയത്തിൻ്റെ സൈസിനെ ലിമിറ്റ് ചെയ്തെടുക്കുകയും ഫയലിൻ്റെ സൈസ്. അതുപോലെ ഫയൽ ഓർഗനൈസേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫയൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഹൗ ദ ഡേറ്റ വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ഫയൽ ആൻഡ് ഹൗ ദ ഡേറ്റ വിൽ ബി ആക്സസ്ഡ് ഇൻ ദ ഫയൽ. എങ്ങനെയൊക്കെയാണ് ഒരു ഫയലിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതെന്നും അതുപോലെ എങ്ങനെയാണ് ഫയലിൽ നിന്ന് ഡേറ്റാനെ ആക്സസ് ചെയ്യുന്നതെന്നുമാണ് ഈ ഫയൽ ഓർഗനൈസേഷൻ അത് മെയിനായിട്ട് പറയുന്നത്. ഫയൽ ഓർഗനൈസേഷൻ എൻഷുവർ ദാറ്റ് റെക്കോർഡ്സ് ആർ അവൈലബിൾ ഫോർ പ്രോസസ്സിങ്, അതായത് നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി എങ്ങനെയൊക്കെയാണ് റെക്കോർഡ്സ് അവൈലബിൾ ആകുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഇറ്റ് യൂസ് ടു ഡിറ്റർമൈൻ ആൻ എഫിഷ്യൻറ്റ് ഫയൽ ഓർഗനൈസേഷൻ ഫോർ ഈച്ച് ബേസ് റിലേഷൻ, അതായത് നമ്മളായിരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫയൽ ഓർഗനൈസേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫയലിനെ ഓർഗനൈസ് ചെയ്തിട്ട് ഒരു റിലേഷൻ സെറ്റ് ചെയ്ത് വെക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, if you want to retrieve employee record in alphabetical order of name, sorting the file by employee name is a good file organization. അതായത് നമുക്കിപ്പം കുറേ എംപ്ലോയീസിൻ്റെ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു റെക്കോർഡാണ്. അപ്പം അതിനകത്തുനിന്ന് എംപ്ലോയീസിൻ്റെ നെയിം ആൽഫബറ്റിക്കൽ ഓർഡറിൽ റിട്രീവ് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയുള്ളൊരു ഫയൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവരുടെ നെയിം സോർട്ട് ചെയ്ത് വെക്കുക. ഒന്ന് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ നെയിമിനെ റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ വേറെ എക്സാമ്പിൾ, ഇഫ് യു വാണ്ട് ടു റിട്രീവ് ഓൾ എംപ്ലോയി ഹൂസ് മാർക്സ് ആർ ഇൻ എ സർട്ടൺ റേഞ്ച്, എ ഫയൽ ഈസ് ഓർഡേർഡ് ബൈ എംപ്ലോയി നെയിം വുഡ് നോട്ട് ബി എ ഗുഡ് ഫയൽ ഓർഗനൈസേഷൻ. അതായത് ഇപ്പം നമുക്ക് കുറേ എംപ്ലോയീസിൻ്റെ മാർക്കുകൾ, ഒരു പർട്ടിക്കുലർ റേഞ്ചിലുള്ള ആൾക്കാരുടെ മാർക്കുകൾ മാത്രം റിട്രീവ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ വർക്കാവും എന്ന് നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് ഇപ്പം നിലവിൽ ഒരു ഫയൽ എംപ്ലോയിയുടെ നെയിം ഒരു പർട്ടിക്കുലർ ഓർഡറിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ മാർക്കിൻ്റെ റേഞ്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആക്സസ് ചെയ്താൽ റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം അത് ഏത് രീതിയിലാണോ ഉള്ളതെന്ന് വെച്ചിട്ട് ആ ഫയൽ ആ രീതിയിൽ വേണം ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട്. മെയിനായിട്ട് 3 ടൈപ്സ് ഓഫ് ഫയൽ ഓർഗനൈസേഷൻ ആണുള്ളത്. മെയിനായിട്ട് സീക്വൻഷ്യൽ ആക്സസ് ഫയൽ ഓർഗനൈസേഷൻ, ഡയറക്റ്റ് ആക്സസ് ഫയൽ ഓർഗനൈസേഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ഫയൽ ഓർഗനൈസേഷൻ. എന്തായിരിക്കും സീക്വൻഷ്യൽ ആക്സസ് ഫയൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സീക്വൻസ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും ഫയലിലെ ഓരോ റെക്കോർഡിനെയും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായത് സ്റ്റോറിങ് ആൻഡ് സോർട്ടിങ് ഇൻ കണ്ടിന്യൂസ് ബ്ലോക്ക് വിത്തിൻ ഫയൽസ് ഓൺ ടേപ്പ് ഓർ ഡിസ്ക്. അതായത് ഒരു ടേപ്പിലോ അല്ലെങ്കിൽ ഒരു ഡിസ്കിലോ ഒക്കെ നമ്മൾ ഫയൽ ഒരു കണ്ടിന്യൂസ് ബ്ലോക്ക് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നതും അതുപോലെ സോർട്ട് ചെയ്ത് വെക്കുന്നത്. അതിനെയാണ് സീക്വൻഷ്യൽ ആക്സസ് ഫയൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഇതിലെ എല്ലാ റെക്കോർഡും എന്തായിരിക്കും? ഒരു സീക്വൻഷ്യൽ ഓർഡേഴ്സ് ഫോളോ ചെയ്യുന്ന റെക്കോർഡുകളായിരിക്കും. റെക്കോർഡ്സുകൾ ഒന്നെങ്കിൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ ആയിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അതായിരിക്കും ഒരു കീ ഫീൽഡ് ആയിരിക്കും. അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് എന്ന് പറഞ്ഞൊരു കീ ഫീൽഡും കാണും. നമുക്ക് സീക്വൻഷ്യൽ ഫയലിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ഫയൽ സെർച്ച് ചെയ്യണമെങ്കിൽ, ഇപ്പം നമുക്ക് സെർച്ച് ചെയ്യേണ്ട ഫയൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു 100 റെക്കോർഡുള്ളൊരു ഫയലാണെന്ന് വെച്ചോ. അപ്പോൾ അതിനകത്ത് ഒരു 17 നമ്മുടെ സെർച്ച് ചെയ്യേണ്ട റെക്കോർഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബിഗിനിങ് തൊട്ട് ഫയലിനെ സെർച്ച് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് ആ ഫയലിനെ ആക്സസ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ പുതിയൊരു റെക്കോർഡ് ആഡ് ചെയ്യണമെങ്കിൽ സീക്വൻഷ്യൽ ഫയലിൻ്റെ അകത്താണെങ്കിൽ നമ്മൾ ഓൾറെഡി ഉള്ളതിൻ്റെ എൻഡിലായിരിക്കണം പുതിയ ഒരെണ്ണം ആഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 100 റെക്കോർഡ്സ് ഓൾറെഡി ഉണ്ട് എങ്കിൽ നമുക്ക് 101 എന്ന് പറയുന്ന ഒരു റെക്കോർഡായിട്ട് പുതിയ ഒരെണ്ണത്തിന് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. സീക്വൻഷ്യൽ ഫയലിൻ്റെ ഒരു ഡിമെറിറ്റ്സ് പോലെ പറയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മിഡിലൊന്നും എന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ ഇപ്പം 100 എണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ 15th ലൊക്കേഷനിലൊന്നും പുതിയൊരു റെക്കോർഡിനെ ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഫയൽ വിത്തൗട്ട് റീറൈറ്റിംഗ് ദ ഫയൽ, റീറൈറ്റിംഗ് പറ്റത്തില്ല. ഓൾറെഡി ഉള്ളൊരു ഫയലിനെ റീറൈറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല.
നിലവിലെ സീക്വൻഷ്യൽ ഫയലിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 അഡ്വാൻറ്റേജാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ടു പ്രോഗ്രാം ആൻഡ് ഈസി ടു ഡിസൈൻ. അതായത് പ്രോഗ്രാമിംഗ് സിമ്പിളാണ്, കാരണം സീക്വൻഷ്യൽ ആയതുകൊണ്ട് വൺ ആഫ്റ്റർ അനദർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അലോക്കേറ്റ് ചെയ്താൽ മതി. അതുപോലെ ഡിസൈൻ ചെയ്യുന്നതും സിമ്പിളാണ്. സീക്വൻഷ്യൽ ഫയൽ എന്ന് പറയുന്നതിൻ്റെ മെമ്മറി അല്ലെ സ്റ്റോറേജ് സ്പേസ് ബെസ്റ്റ് ആയിട്ടായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണ്, ഒന്നിന് ശേഷമായിരിക്കും അടുത്തടുത്ത് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, നിലവിലെ എം ടി സ്പേസസ് ഒന്നും വരില്ല. സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും എല്ലാം പ്ലേസ് ചെയ്ത് വെക്കുന്നത്. അപ്പം സ്റ്റോറേജ് സ്പേസ് ബെസ്റ്റ് ആയിട്ടായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. സീക്വൻഷ്യൽ ഫയലിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് ഇനി നോക്കുന്നത്. സീക്വൻഷ്യൽ ഫയലിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ് ടൈം കൺസ്യൂമിങ്. ഞാൻ പറഞ്ഞില്ലേ, കാരണം നമുക്കിപ്പോൾ 100 റെക്കോർഡ്സുകളാണ് ഉള്ളത് എങ്കിൽ എന്താണ്, പുതിയ ഒരെണ്ണം ആഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇടയിൽ നിന്ന് ഒരെണ്ണം റിട്രീവ് ചെയ്യണമെങ്കിലോ എന്താണ്, നിലവിലുള്ളതിനെ എല്ലാം പ്രോസസ്സ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നെക്സ്റ്റ് റെക്കോർഡിനെ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതിനെ പ്രോസസ്സ് ചെയ്യാനോ പറ്റത്തുള്ളൂ. അതുപോലെ ഇതിനകത്തൊരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ് ഡേറ്റ റിഡൻഡൻസി. റിഡൻഡൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേഷനാണ്. അതായത് സീക്വൻഷ്യൽ ആയതുകൊണ്ട് തന്നെ എന്താണ്, ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ്സുകൾ വീണ്ടും വീണ്ടും ആഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനകത്ത് അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് ആണ് റാൻഡം സെർച്ചിങ് ഇറ്റ്സ് നോട്ട് പോസിബിൾ. റാൻഡമായിട്ട് സെർച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. റാൻഡം എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള സെർച്ചിങ് ആണ്, അത് പോസിബിൾ അല്ല. നമുക്ക് വേണ്ടുന്ന ഇപ്പോൾ 15 ആണെങ്കിൽ ഇടയ്ക്കുന്ന് പോയി 15 സെർച്ച് ചെയ്യാനുള്ള പോസിബിൾ അല്ല. അടുത്ത ഫയൽ ഓർഗനൈസേഷനാണ് ഡയറക്റ്റ് ആക്സസ് ഫയൽ ഓർഗനൈസേഷൻ. ഡയറക്റ്റ് ആക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മളൊക്കെ അറിയാവുന്നതാണ്. ഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, റാൻഡമായിട്ട് നമുക്ക് ആവശ്യമുള്ള എന്താണോ അതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഡയറക്റ്റ് ആക്സസ് ഫയൽ ഓർഗനൈസേഷന് പറയുന്ന വേറൊരു നെയിമാണ് റാൻഡം ആക്സസ് ഓർ റിലേറ്റീവ് ഫയൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആക്സസ് ഫയലിൻ്റെ അകത്താണെങ്കിൽ എന്താണ്, എല്ലാ റെക്കോർഡും സ്റ്റോർ ചെയ്യുന്ന ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് ഡിവൈസുകളിലായിരിക്കും. ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് ഡിവൈസുകളിലായിരിക്കും ഡയറക്റ്റ് ആക്സസ് ഫയൽ ഓർഗനൈസേഷൻ്റെ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് ഡിസ്ക് എന്താണ്, ഒരു ഡയറക്റ്റ് ആക്സസ് ഫയൽ ഓർഗനൈസേഷന് എക്സാമ്പിൾ ആണ്. അതായത് നമ്മുടെ എന്താണ്, റാൻഡംലി എന്ത് ചെയ്യാൻ പറ്റും, പ്ലേസ് ത്രൂ ഔട്ട് ദ ഫയലിൻ്റെ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പുതിയ റെക്കോർഡിനെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ റാൻഡം റെക്കോർഡ്സിലാണെങ്കിൽ എന്താണ്, ഡസ് നോട്ട് നീഡ് ടു ബി ഇൻ സീക്വൻസ് ബിക്കോസ് ദേ ആർ അപ്ഡേറ്റഡ് ഡയറക്ട്ലി ആൻഡ് റൈറ്റേൺ ബാക്ക് ഇൻ ദ സെയിം ലൊക്കേഷൻ. അതായത് എന്താ പറ്റും, ഇവിടെ ഡയറക്റ്റ് ആയതുകൊണ്ട് ഒരു പർട്ടിക്കുലർ സീക്വൻസ് ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യം ഇല്ല. പിന്നെ എന്താ പറ്റും, നമുക്ക് നിലവിലെ ലൊക്കേഷനിൽ റീറൈറ്റ് ചെയ്യാനും പറ്റും. ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് റെക്കോർഡോ ഇൻഫർമേഷനോ എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡയറക്റ്റ് ഫയൽ ഓർഗനൈസേഷനകത്ത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഡയറക്റ്റ് ഫയൽ ഓർഗനൈസേഷനെ തന്നെയാണ് ഹാഷിംഗ് എന്നും പറയുന്നത്. അപ്പോൾ ഹാഷിംഗ് എന്താണെന്ന് ചോദിച്ചാലും എന്താണ്, ഡയറക്റ്റ് ആക്സസ് ഫയൽ ഓർഗനൈസേഷൻ തന്നെയാണ് ഹാഷിംഗ്. ഡയറക്റ്റ് ആക്സസ് ഫയൽ ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് എന്താണ്, ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങിനൊക്കെ ഹെൽപ്ഫുള്ളാണ് ഡയറക്റ്റ് ആക്സസ്. എക്സാമ്പിൾ നമ്മുടെ ഓൺലൈൻ റെയിൽവേ റിസർവേഷൻ സിസ്റ്റമൊക്കെ ഡയറക്റ്റ് ആക്സസ് ഫയൽ ഓർഗനൈസേഷന് എക്സാമ്പിളാണ്. അതുപോലെ എന്താണ്, ഡയറക്റ്റ് ആക്സസിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഈ സീക്വൻഷ്യലി പറഞ്ഞില്ലേ, അസെൻഡിങ് അല്ലെ ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് വെക്കണം എന്ന്. അപ്പോൾ ഡയറക്റ്റ് ആക്സസിൻ്റെ അകത്ത് അങ്ങനെ എന്താണ്, സോർട്ടിങ്ങിൻ്റെ ആവശ്യം ഇല്ല. ഇറ്റ് ആക്സസ് ദ ഡിസൈഡ് റെക്കോർഡ് ഇമ്മീഡിയറ്റ്ലി. അതായത് നമുക്ക് ആവശ്യമുള്ള എന്ത് റെക്കോർഡാണോ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ എന്താണ്, അപ്ഡേറ്റ് ചെയ്യുന്നതും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാനും പറ്റും ഫയൽസ്. ഈസ് ബെറ്റർ കൺട്രോൾ ഓവർ റെക്കോർഡ് അലോക്കേഷൻ. അതായത് റെക്കോർഡിനെ അലോക്കേറ്റ് ചെയ്യാനൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫയൽ ഓർഗനൈസേഷനാണ്. ഇനി ഡയറക്റ്റ് ആക്സസ് ഫയൽ ഓർഗനൈസേഷൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫയൽ ഡസ് നോട്ട് പ്രൊവൈഡ് ബാക്കപ്പ് ഫെസിലിറ്റി. അതായത് ഇപ്പം നമ്മൾ ആക്സസ് ചെയ്ത അല്ലെങ്കിൽ റിട്രീവ് ചെയ്ത ഒരു ഫയൽ എന്തെങ്കിലും സംഭവിച്ച് ലോസായി പോയെങ്കിൽ നമുക്കതിനെ ബാക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ഡയറക്റ്റ് ആക്സസ് ഫയൽ ഓർഗനൈസേഷനകത്ത് ബാക്കപ്പ് ഫെസിലിറ്റി ഇല്ല. സീക്വൻഷ്യലിനകത്ത് ബാക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഡയറക്റ്റ് ആക്സസ് ഫയൽ എക്സ്പെൻസീവ് ആണ്. സീക്വൻഷ്യൽ ഫയലിനെ അപേക്ഷിച്ച് എക്സ്പെൻസീവ് ആണ്. അതുപോലെ സീക്വൻഷ്യൽ ഫയലിനെ അപേക്ഷിച്ചിട്ടാണ് ലെസ് സ്റ്റോറേജ് സ്പേസും ആണ്. ഡയറക്റ്റ് ആക്സസിൻ്റെ ഒരു ഫിഗറാണ്, ഡയറക്റ്റിൻ്റെയും സീക്വൻഷ്യലിൻ്റെ ജസ്റ്റ് ഒരു ഫിഗറാണ്. ഇവിടെ കണ്ടോ, 1 to 5 റെക്കോർഡ്സുകളാണ് ഒരു ഫയലിനകത്തുണ്ടെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് 4 എന്ന് പറയുന്ന ഒരു റെക്കോർഡിന് ആവശ്യമാണെങ്കിൽ അതിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യണം. സീക്വൻഷ്യലാണെങ്കിൽ എന്താണ്, അതിൻ്റെ തൊട്ട് മുകളിലുള്ള 1, 2, 3
പ്രോസസ്സ് ചെയ്തെങ്കിൽ മാത്രമേ 4ലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ ഡയറക്റ്റ് ആക്സസിൽ എന്താണ്, ഡയറക്റ്റ് ആയിട്ട് ആ 4 എന്ന് പറയുന്ന എലമെൻറ്റിനെ അല്ല റെക്കോർഡിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോസസ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ ഇത് പറ്റില്ല, ഡയറക്റ്റ് ആയിട്ട് പറ്റില്ല. അതിന് തൊട്ട് ബിഫോറിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ എത്ര റെക്കോർഡുണ്ടോ അത്രയാണ് ആക്സസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കുള്ള നമുക്ക് വേണ്ടുന്ന റെക്കോർഡിനെ ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമുക്ക് അടുത്ത മൂന്നാമതായിട്ടുള്ള ഒരു ഫയൽ ഓർഗനൈസേഷനാണ് ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ആക്സസ് ഫയൽ ഓർഗനൈസേഷൻ. ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ആക്സസ് ഫയൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പഠിച്ച നിലവിൽ ഡയറക്റ്റ് ഫയൽ ഓർഗനൈസേഷൻ്റെയും സീക്വൻഷ്യൽ ഫയൽ ഓർഗനൈസേഷൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ്. അതായത് ഇൻഡെക്സിൻ്റെയും ഡയറക്റ്റിൻ്റെയും അഡ്വാൻറ്റേജ് നല്ല കാര്യങ്ങളെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള പുതിയൊരു ഫയൽ ഓർഗനൈസേഷനാണ് ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ഫയൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട്. അതായത് ഇതിന് കുറേ ഡ്രോബാക്സ് ഉണ്ടായിരുന്നല്ലോ. സീക്വൻഷ്യലിനും ഡയറക്റ്റിനും കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ലിമിറ്റേഷൻ ഒക്കെ ഒഴിവാക്കിയിട്ട് അതിൻ്റെ നല്ല കാര്യങ്ങളെ മാത്രം കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫയൽ ഓർഗനൈസേഷനാണ് ഇൻഡെക്സ്ഡ് ഫയൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇൻഡെക്സ്ഡ് ഫയൽ ആക്സസിനകത്താണെങ്കിൽ റെക്കോർഡ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ റാൻഡംലിയും പറ്റും, അതുപോലെ സീക്വൻഷ്യലിയും പറ്റും. റാൻഡംലി ആണെങ്കിൽ റെക്കോർഡ്സ് ആർ സ്റ്റോർഡ് റാൻഡംലി ഓൺ എ ഡയറക്റ്റ് ആക്സസ് ഡിവൈസ്. അതായത് ഡയറക്റ്റ് ആക്സസ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് റാൻഡംലി എന്ത് ചെയ്യാൻ പറ്റും, ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ആക്സസ് ഫയൽ റെക്കോർഡ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതിന് എക്സാമ്പിളാണ് മാഗ്നറ്റിക് ഡിസ്ക് വഴിയാണ് പറ്റുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഓരോ റെക്കോർഡിനും ഒരു പർട്ടിക്കുലർ ഇൻഡെക്സ് കാണും. ഈ ഇൻഡെക്സിനെയാണ് ഇവിടെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻഡെക്സ് ഇപ്പം നമുക്കറിയാം, ബുക്സൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിയത്തില്ലാത്തൊരു ബുക്കാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ബുക്കാണെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ ഇൻഡെക്സ് ആയിരിക്കും നോക്കുന്നത്. ഇൻഡെക്സിൽ നോക്കും നമുക്ക് വേണ്ടുന്ന ടോപ്പിക് അവിടെ ഉണ്ടോ. ശേഷം പിന്നെ നമ്മൾ നോക്കുന്നത് ആ ഇൻഡെക്സിൽ അതിൻ്റെ പേജ് നമ്പർ കാണും, ഇന്ന ടോപ്പിക്ക് ഇന്ന പേജിലായിരിക്കും. അപ്പോൾ അതുപോലെ മാഗ്നറ്റിക് ഡിസ്കിനകത്ത് നമ്മുടെ ഓരോ റെക്കോർഡിനെയും ഒരു പ്രൈമറി കീ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ കറക്റ്റായിട്ട് ആ ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഫയൽ ഹാവ് മൾട്ടിപ്പിൾ കീസ്. These keys can be alphanumeric in which the record are ordered is called a primary key. അതായത് നമുക്ക് ഈ ഫയൽ ഓർഗനൈസേഷനകത്ത് ഒരുപാട് കീസ് കാണും, മൾട്ടിപ്പിൾ കീസ് ഉണ്ടായിരിക്കും. കീസ് ആൽഫ ന്യൂമറിക് ആയിട്ടുള്ള കീസ് ആയിരിക്കും. അതിനെ തന്നെയാണ് റെക്കോർഡ്സ് ആർ സ്റ്റോർഡ് ഈസ് കോൾഡ് പ്രൈമറി കീ. റെക്കോർഡ്സ് ആർ ഓർഡേർഡ് ഈസ് കോൾഡ് പ്രൈമറി കീ. അതായത് റെക്കോർഡിനെ എല്ലാം ഒരു പർട്ടിക്കുലർ ഓർഡർ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, ഇൻഡെക്സ് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ആ ഓർഡറിനെയാണ് പ്രൈമറി കീ എന്ന് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നമുക്ക് ഡേറ്റാനെ സീക്വൻഷ്യലായിട്ടും റാൻഡമായിട്ടും ഇൻഡെക്സ് യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അത് ഫയലിൽ ആ ഇൻഡെക്സ് ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെമ്മറിയിൽ നിന്ന് ഓരോ ഫയലിനെ ഓപ്പൺ ചെയ്ത് റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ഫയൽ ഓർഗനൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജ് നിലവിലെ സീക്വൻഷ്യൽ ആക്സസ് ഫയലിൻ്റെയും ഡയറക്റ്റ് ആക്സസ് ഫയലിൻ്റെയും എല്ലാ അഡ്വാൻറ്റേജും എന്തിനുണ്ടായിരിക്കും, ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ഫയൽ ആക്സസിനും ഉണ്ടായിരിക്കും അല്ലേ. അതായത് ഈ സീക്വൻഷ്യൽ ഫയലും റാൻഡം ഫയൽ ആക്സസും പോസിബിൾ ആണ്. അതുപോലെ ഇൻഡെക്സ് ടേബിൾ യൂസ് ചെയ്തിട്ടായിരിക്കും റെക്കോർഡിനെ ആക്സസ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ നമുക്കിപ്പം നിലവിൽ സീക്വൻഷ്യലിൻ്റെ മിഡിലൊന്നും നമുക്ക് റെക്കോർഡൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഡയറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീറൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, റെക്കോർഡ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഫയൽ. അതുപോലെ ക്വിക്ക് ആക്സസ് പോസിബിൾ ആണ്. എന്ന് വെച്ചാൽ വേഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ടുന്ന റെക്കോർഡിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ സീക്വൻഷ്യലായിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ടൈം പോകുമായിരുന്നു. അപ്പോൾ ആ ടൈമിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നമ്മുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ആക്സസ് ഫയലിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫയൽ റിക്വയർ യുണീക്ക് കീസ് ആൻഡ് പീരിയോഡിക് റീ ഓർഗനൈസേഷൻ. അതായത് ഫയൽസിനെല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു എല്ലാ ഫയലിനും ഓരോ പ്രൈമറി കീ ഉണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള കീ ആണ്. അപ്പം പീരിയോഡിക്കലി അത് റീ ഓർഗനൈസേഷൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വീണ്ടും റീ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്, അത് കീ വെച്ചിട്ട് റീ ഓർഗനൈസ് ചെയ്യുക എന്ന് പറയും. ഇപ്പം നിലവിലെ ഒരു ഇൻഡെക്സിൻ്റെ അകത്തുള്ള കുറച്ച് ഡേറ്റാസ് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം,
പ്രൈമറി കീ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് കുറച്ച് ഡീമെറിറ്റ്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പറയുന്നത് ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ആക്സസ് ഫയൽ ടേക്ക് ലോങ്ങർ ടൈം ടു സെർച്ച് ദ ഇൻഡെക്സ് ഓഫ് ദ ഡേറ്റ ആക്സസ് ഓർ റിട്രീവൽ. അതായത് ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ആക്സസിൻ്റെ അകത്ത് ഈ ഇൻഡെക്സ് സെർച്ച് ചെയ്തിട്ടല്ലേ ഇവിടെ നമ്മൾ ഡേറ്റ എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് കുറേ ടൈം കൺസ്യൂമിങ് അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്ന ഒരു കാര്യമാണെന്നാണ് പറയുന്നത്. ഇൻഡെക്സ് സെർച്ച് ചെയ്യാന്നുള്ളത്, ഡേറ്റ ആക്സസ് ചെയ്യാനുള്ള റിട്രീവ് ചെയ്യാനുള്ള ഇൻഡെക്സ് സെർച്ചിങ് കുറേ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണെന്നാണ് പറയുന്നത്. അതുപോലെ എന്താണ്, ഒരുപാട് സ്റ്റോറേജ് സ്പേസിൻ്റെ ആവശ്യം ഇൻഡെക്സ് സീക്വൻഷ്യൽ ഫയൽ ആക്സസിനകത്തുണ്ട്. കാരണം എന്താണ്, അവിടെ ഡയറക്റ്റ് ഫയലും സീക്വൻഷ്യൽ ഫയലിൻ്റെ എല്ലാം കൂടെ കോമ്പിനേഷൻ ആയതുകൊണ്ട് എന്താണ് ഒരുപാട് സ്പേസിൻ്റെ ആവശ്യം ഉണ്ട്. അതുപോലെ ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ഫയൽ ആക്സസ് എന്താണ് എക്സ്പെൻസീവ് ആണ്. കാരണം അത് വർക്ക് ആവണമെങ്കിൽ എന്താണ് കുറേ സ്പെഷ്യൽ സോഫ്റ്റ്വെയർസ് ഒക്കെ വേണം. അതുകൊണ്ട് അതെന്താണ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫയൽ ഓർഗനൈസേഷനാണ്. അതുപോലെ എന്താണ് ലെസ് എഫിഷ്യൻ്റ് ആണ് യൂസ് ഓഫ് സ്റ്റോറേജ് സ്പേസ് ആസ് കമ്പയർ ടു അതർ ഫയൽ ഓർഗനൈസേഷൻ. മറ്റുള്ള ഡയറക്റ്റും അതുപോലെ സീക്വൻഷ്യൽ ഫയൽ ഓർഗനൈസേഷനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഇൻഡെക്സ്ഡ് സീക്വൻഷ്യൽ ഫയൽ ഓർഗനൈസേഷൻ എന്താണ് എഫിഷ്യൻസി കുറവാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2 ഇൻവേർട്ടഡ് ഫയലും ഉണ്ട്, അതുപോലെ എന്താണ് സെല്ലുലാർ പാർട്ടീഷൻസും ഉണ്ട്. അതും ഫയൽ ഓർഗനൈസേഷൻ തന്നെയാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.